ഞാനിത് മറ്റൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടൊരു ഹൽവയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീട്രൂട്ടാണ്, പാൽ 1 കപ്പ്, നെയ്യ് ആവശ്യത്തിന്, കണ്ടൻസ്ഡ് മിൽക്ക് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ് മുന്തിരി ആവശ്യത്തിന്, ഏലക്കായ 4-5 മതി. ഇനി തയ്യാറാക്കേണ്ട വിധം: ആദ്യം ഫ്ലെയിം കത്തിച്ച് പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ആവശ്യത്തിന് ഒഴിക്കുക. നെയ്യ് ചൂടായി ഉരുകി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരിയും ചതച്ച ഏലക്കായും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. ഇളക്കി ഒന്ന് മൂപ്പായി വരുമ്പോൾ ഒരു പാത്രത്തിൽ കോരി മാറ്റി വയ്ക്കുക. ശേഷം ആ നെയ്യിൽ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് വേവായി വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. ബീട്രൂട്ടിൽ കിടന്ന് നന്നായി അരിഞ്ഞ് വെന്ത് വരുമ്പോൾ അതിലേക്ക് പാൽ കുറച്ചായി ഒഴിച്ചു കൊടുത്ത് ഇളക്കി വേവിക്കാം. പാൽ വറ്റി ഒന്ന് ഡ്രൈ ആവുമ്പോൾ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക.
പാകമായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ മിക്സ് അതിലേക്ക് വിതറിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇറക്കി വയ്ക്കാം. ചൂടാറിയതിനു ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം.